എൻ്റെ മൊബൈൽ നമ്പർ ലീക്കായതുകൊണ്ട് മൊബൈലിൽ നിരന്തരം ഫോൺ വരുന്നതുകൊണ്ട് സൈലൻ്റ് ആക്കിയിട്ടൊക്കെയാണ് ഞാൻ. അതുകൊണ്ട് ഈ വിഷയങ്ങൾ അറിഞ്ഞില്ല. നമ്മൾ വേറൊരു ചെറിയൊരു സ്കൂളിലെ ചെറിയ കുട്ടികളെ ഒരു പരിപാടി ഉണ്ടായിരുന്നു, അതിന് പോയതിന്. അത് കഴിഞ്ഞിപ്പോൾ ഈ പരിപാടി വന്നു. ഇതിനെപ്പറ്റി എന്തൊക്കെയാണ് പറഞ്ഞതെന്നുള്ളത് ഇപ്പോൾ ഞാനെന്തോ പിരിവ് നടത്തുന്നതെന്ന് പറഞ്ഞ് ഞാനൊരു പിരിവ് ഇന്നേ വരെ നടത്തിയിട്ടില്ല. എൻ്റെ സ്വത്തും മുതലും വിറ്റിട്ടാണ് ഞാൻ ഈ വിഷയത്തിൽ നിൽക്കുന്നത്. എന്തെങ്കിലും ഒരു തെളിവോ കാര്യങ്ങളോ കൊണ്ടുവരികയാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി തന്നെ മാനാഞ്ചിറ സ്ക്വയറിൻ്റെ നടുവിൽ വന്ന് നിൽക്കും. കല്ലെറിഞ്ഞു കൊന്ന ആളെൻ്റെ തന്നെ. പക്ഷേ ഇത് വലിയ വൈകാരികമായി ഉപയോഗിച്ച് PR വർക്ക് നടത്തുകയായിരുന്നതാണ് ഇപ്പോൾ കുടുംബം വലിയൊരു ആരോപണം ഉന്നയിക്കുന്നത്. ഞാൻ എന്ത് PR വർക്കാണ്? അങ്ങനെയാണ് നിങ്ങളാണ് എൻ്റെ PR വർക്കിൻ്റെ ആൾക്കാർ. ഞാൻ എന്ത് ചെയ്യാനാ? എൻ്റെ മുന്നിൽ ഇങ്ങനെ അതേമാതിരി ക്യാമറ വരുമ്പോൾ ഞാനൊരു സാധാരണ ആളാണ്. ഞാനൊരു കാര്യം ചെയ്ത് ഞാനൊരു കാര്യം ഏറ്റെടുത്ത് അത് ഞാൻ പൂർത്തിയാക്കി കഴിഞ്ഞ് പിന്നെ അത് കഴിഞ്ഞിട്ട് ഇനി അതിൽ മുകളിൽ ഞാൻ എന്ത് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് നേരിട്ട കുറേ പ്രശ്നങ്ങളുണ്ട്, കുറേ കുറ്റങ്ങളും പ്രശ്നങ്ങളും എനിക്കുണ്ട്. ആ പ്രശ്നങ്ങളുടെ പിന്നിലാണ് ഞാൻ സംസാരിക്കുന്നത്.